നമസ്കാരം, വെൽക്കം ടു മിനീസ് ലൈഫ് സ്റ്റൈൽ. ഹലോ, എന്താ ഇവിടെ പരിപാടി? അല്ല, എന്നും മമ്മി വലിയ റെസിപ്പി ഒക്കെ ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാനൊരു റെസിപ്പി ഉണ്ടാക്കിയാൽ. എന്താണ് റെസിപ്പി? ഒരു ക്യാപ്പിച്ചിനോ ഉണ്ടാക്കിയത് നോക്കുന്നു. ക്യാപ്പിച്ചിനോ? നിനക്ക് ക്യാപ്പിച്ചിനോ ഉണ്ടാക്കാൻ അറിയാവുന്ന? ശരിക്കും ചിലപ്പോഴൊക്കെ ഉണ്ടാക്കും. ആണോ? ശരി. എന്റെ മോനൊരു ക്യാപ്പിച്ചിനോ ഉണ്ടാക്കാൻ പോകുകയാണ്. അപ്പൊ നമ്മൾ കിച്ചണിലോട്ട് പോയാലോ? ക്യാപ്പിച്ചിനോ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: ഒന്ന് ബ്രൂ ഇൻസ്റ്റന്റ് വേണം. ബ്രൂ തന്നെ വേണമെന്നില്ല, നെസ്കഫെ ആയാലും കുഴപ്പമില്ല. കോഫി പൗഡർ ഇൻസ്റ്റന്റ് കോഫി ആയാൽ ഏറ്റവും നല്ലത്. പിന്നെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഞ്ചസാര വേണം. പിന്നെ ക്യാപ്പിച്ചിനോൻ്റെ ക്രീം അടിക്കാൻ വേണ്ടി ഒരു നോർമൽ കപ്പ്. അതുകൂടാതെ തന്നെ നമുക്ക് കുറച്ച് വെള്ളമോടെ വേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മുടെ ഗ്ലാസ്സിൽ 2 ടീസ്പൂണിൽ കൂടുതൽ കോഫി പൗഡർ എടുക്കുക. 1 സ്പൂൺ, 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് 3 സ്പൂൺ ഷുഗർ ആഡ് ചെയ്യണം. 1, 2. ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്യുക. എന്നിട്ട് 1 സ്പൂൺ വെള്ളം എടുക്കുക. ഇതിൽ ഞാനിപ്പോൾ 1 സ്പൂൺ വെള്ളം എടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തോട്ട് ഒഴിക്കുക. എന്നിട്ട് ചെറുതായിട്ട് ഇത് മിക്സ് ചെയ്യുക. ശരിക്കും ഈ ക്യാപ്പിച്ചിനോ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മിൽക്ക് ക്രീമാണ് ഉപയോഗിക്കുന്നത്. മിൽക്ക് ക്രീം നല്ല എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമ്മൾ അതിപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഇത് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ചെയ്തെടുക്കാനും എല്ലാവർക്കും ഈസിയായി ചെയ്തെടുക്കാൻ വേണ്ടി നമ്മളിപ്പോൾ വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കുവാണ്. പിന്നെ ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഇതിനകത്തുള്ള ഷുഗർ എല്ലാം നല്ല രീതിയിൽ അലിയണം. ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടിരിക്കുകയാണ്. ഇതിനെ ഫുള്ള് നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റർ ഉള്ളവർക്ക് ബീറ്റർ വെച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ബാച്ചിലേഴ്സൊക്കെ ആകുമ്പോൾ ബീറ്ററും കാര്യങ്ങളൊന്നും കാണത്തില്ല. എന്തായാലും ഒരു കപ്പ് കാണും, ഒരു സ്പൂണും കാണും. അത്യാവശ്യം ഒരു കോഫി പൗഡർ 5 രൂപയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സംഗതി നടത്തുകയും ചെയ്യാം. പിന്നെ കുറച്ച് പഞ്ചസാരയുടെ ഉണ്ടെങ്കിൽ സംഭവം കുശാൽ. വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ പിന്നെ പേടിക്കണ്ട, എല്ലാം വീട്ടിൽ തന്നെ കാണും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് ബീറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഇച്ചിരി പാട്. അപ്പോൾ ചേച്ചിമാരൊക്കെ ചെയ്യുവാണെങ്കിൽ വീട്ടിൽ വെറുതെ മൊബൈലും സ്വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൊച്ചുങ്ങളുടെ കൊടുത്താൽ മതി. അവർ നല്ലതായിട്ടിരുന്ന് ബീറ്റ് ചെയ്ത് തന്നോളും. അതുകൊണ്ട് നല്ല ക്രീമി ആയിട്ട് വരും. ഇതിനി നല്ല രീതിയിൽ നമ്മൾ ഇച്ചിരൂടെ ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മുടെ ഷുഗർ അലിഞ്ഞിട്ടില്ല. ഷുഗർ ഇപ്പോഴും നല്ല കട്ടിയായിട്ട് കിടക്കുകയാണ്. ഇത് നല്ല രീതിയിൽ നമ്മൾ ബീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഷുഗർ എല്ലാം നല്ലതായിട്ട് ഇതിനകത്ത് മിക്സ് ആവും. എന്നിട്ട് നല്ല രീതിയിൽ പതഞ്ഞു വരും. അപ്പോൾ നമ്മൾ എത്ര നേരം ബീറ്റ് ചെയ്യുന്നോ അത്രയും നല്ലതായിട്ട് ഇതിങ്ങനെ പൊങ്ങി വരും. അപ്പോൾ നല്ല രീതിയിൽ ബീറ്റ് ചെയ്യുക. അതുകൊണ്ട് അത്യാവശ്യം ഇത് നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ ഇത് ഒഴുകി വീഴുന്ന രീതി ഇരിക്കണം. ഇപ്പോഴും നിങ്ങൾക്ക് കാണാം ഷുഗർ ഇതുവരെ ഡിസോൾവ് ആയിട്ടില്ല. അത്യാവശ്യം നല്ല ക്രീമായിട്ടിരിക്കും. ഇത്രയായിട്ടും നമ്മുടെ ഷുഗർ ഡിസോൾവ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 1 സ്പൂണൂടെ പിന്നെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. ഞാൻ 1 സ്പൂണൂടെ എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ആദ്യമേ തന്നെ മിക്സ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ ഇത്രയും പതഞ്ഞു വരത്തില്ല. പതയാൻ നല്ല പാടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇച്ചിരി ഷുഗർ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല രീതിയിൽ പതപ്പിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കളറൊന്ന് മാറും. നമ്മുടെ നോർമൽ കോഫി കളർ ആയിരിക്കത്തില്ല, നല്ല ഒരു ക്രീമിഷ് കളർ വരും. അപ്പോൾ അതുവരെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിനെ. ഇപ്പം നമ്മുടെ ക്രീം നല്ല രീതിയിൽ പതഞ്ഞു വന്നിട്ടുണ്ട്. ഇതാണ്ട് ഇതിപ്പോൾ 4 ഗ്ലാസ്സിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. 3 സ്പൂൺ പഞ്ചസാരയും 2 സ്പൂൺ കോഫിയും നമ്മൾ ചേർത്തേക്കുന്നത്. അതുകൂടാതെ തന്നെ ആദ്യം 1 സ്പൂൺ വെള്ളവും പിന്നെ 1 സ്പൂൺ വെള്ളവും നമ്മൾ പിന്നെ ചേർത്തു. ഇനി എങ്ങനെയാണ് ക്യാപ്പിച്ചിനോ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ക്യാപ്പിച്ചിനോ ഉണ്ടാക്കാൻ വേണ്ടി നല്ല തിക്ക് മിൽക്ക് വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടുതൽ ചേർക്കാത്ത മിൽക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ പാൽ ചൂടാക്കുക, നല്ല രീതിയിൽ തിളപ്പിച്ച് പതപ്പിച്ചെടുക്കുക. അതാകുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ക്യാപ്പിച്ചിനോ കുടിക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് പാൽ ചൂടാക്കി എങ്ങനെ ക്യാപ്പിച്ചിനോ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ നമ്മുടെ കപ്പ് സെറ്റ് ചെയ്തു. ഇനി ചൂട് പാൽ ഇതിനകത്ത് ഒഴിക്കാം. ഫുൾ ഒഴിക്കണ്ട, ഒരു 3/4 ഭാഗം ഒഴിച്ചാൽ മതി. പിന്നെ നമ്മൾ ഒഴുക്കി വെച്ചേക്കുന്ന ക്രീം എടുക്കുക. അതിൽ ഒരു 2 സ്പൂൺ ഇടുക. കടുപ്പത്തിനനുസരിച്ച് ഇടാവുന്നതാണ്. എനിക്ക് നല്ല കടുപ്പം വേണം.
1 സ്പൂൺ ഇട്ടു. ഇനി 1 സ്പൂൺ ഇടാം. ഇനി നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്യാം. ഇങ്ങനെ നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല പതഞ്ഞിങ്ങ് വരും. ഇതിപ്പോൾ നല്ല കടുപ്പത്തിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ കടുപ്പം കുറച്ച് വേണ്ടവർക്ക് 1 സ്പൂൺ ക്രീം ആയാലും മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈസി സംഭവമാണ്. ഇനി ഇതിനകത്ത് നമുക്ക് ഡിസൈനോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഡിസൈൻ ചെയ്ത് നമുക്ക് ഇച്ചിരി ഡെക്കറേറ്റീവായിട്ട് ആൾക്കാർക്ക് കൊടുക്കാനാണെങ്കിൽ കൊടുക്കാം. അങ്ങനെ നമ്മുടെ ക്യാപിച്ചിനോ റെഡി ആയിട്ടുണ്ട്. എന്തായാലും മമ്മി ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറഞ്ഞിട്ട്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കണം. എൻ്റെ മോൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നതല്ല, നല്ല കാപ്പിയാണ്. കാപ്പിയൊന്നും മാത്രമല്ല കേട്ടോ, ചായ എല്ലാം ഉണ്ടാക്കാറുണ്ട്. പിന്നെ കുക്കിങ്ങിന് സഹായിക്കാറുണ്ട്, കൃഷിയിലൊക്കെ സഹായിക്കാറുണ്ട്. നല്ല എല്ലാത്തിനും തന്നെ സഹായിക്കുന്ന മോനാണ്. അങ്ങനെയൊക്കെ പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ. മോനെ എല്ലാത്തിനും എന്നെ സഹായിക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ക്യാപിച്ചിനോ ഉണ്ടാക്കി നോക്കണം. വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാവുന്നതാണ് ഈ ഒരു ക്യാപിച്ചിനോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ മോനെ തന്നെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടില്ല, മോൻ തന്നെ പരിചയപ്പെടുത്തിക്കോളും. ഹലോ, ഞാൻ എബിൻ. ഞാനൊരു ട്രാവൽ ബ്ലോഗറാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് ട്രാവൽ ബ്ലോഗിങ് ചെയ്യുന്നു. എനിക്ക് 2 ചാനലുണ്ട്. ഒന്ന് എവിൻ ഫിലിപ്പ് ഹിന്ദി ചാനലാണ്, രണ്ടാമത്തെ എവിൻ വ്ളോഗ്സ് മലയാളം. ഇത് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത മലയാളം ചാനലാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഞാൻ ആക്ച്വലി ട്രാവൽ വീഡിയോസ് ആണ് ചെയ്യുന്നത്. ഇന്ത്യ ഫുള്ള് കറങ്ങി അവിടുത്തെ നല്ല നല്ല ട്രാവൽ വീഡിയോസ് ചെയ്ത് യൂട്യൂബിലിടും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു. എൻ്റെ ചാനൽ വരിക, കാണുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ കൊളാബറേഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതേപോലെ ഇനിയും ഈസിയും സിമ്പിളുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് ഞങ്ങൾ രണ്ടും ഒരുമിച്ച് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിൽ പറയാം. നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടത്, എന്ത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുക. രസമുണ്ടായിരുന്നു ഞാനും മമ്മിയുടെ ഒരു കൊളാബറേഷൻ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇനിയും ഞങ്ങൾ ഒരുമിച്ച് കാണണമെങ്കിൽ കമൻറ്റിൽ അറിയിച്ചാൽ മതി. അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ഒരുമിച്ച് കാണുന്നവരെ ബൈ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാനും മമ്മിയും ബൈ. പെട്ടെന്നായിപ്പോയി മമ്മിയുടെ കൈ പൊക്കിയത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാനും എൻ്റെ മമ്മിയും പോയി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ കൊളാബറേഷൻ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. ഇതേപോലെ നല്ല നല്ല റെസിപ്പിയും ഈസിയും സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് ഇനിയും ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ഒരുമിച്ച് കാണുന്നവരെ ബൈ.